പാലക്കാട്ട് നിന്ന് വന്നിരുന്ന ഒരു വാർത്ത. ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികൾ തുരുത്തിൽ കുടുങ്ങി. കോയമ്പത്തൂരിലെ 2 എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ് കുടുങ്ങിയത്. മണിക്കൂറുകൾക്ക് ശേഷം ഇവരെ ഫയർഫോഴ്സ് എത്തി രക്ഷിച്ചു. വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ രണ്ടുപേരെയും രക്ഷിച്ചല്ലോ അല്ലേ? അതെ അനുജ, പ്രശ്നങ്ങളൊന്നുമില്ല, രണ്ടുപേരും രക്ഷിച്ചു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് പാലക്കാട് കോയമ്പത്തൂരിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ 12-അംഗ സംഘമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ തൊട്ടടുത്ത കള്ളുഷാപ്പിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഈ ചിറ്റൂർ പുഴയിലേക്ക് ഇറങ്ങുകയായിരുന്നു. ചില നാട്ടുകാരൊക്കെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അവിടെ കുളിക്കരുതെന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ വിദ്യാർത്ഥികൾ ഈ പുഴയിൽ ഇറങ്ങുകയായിരുന്നു. അപ്പോഴാണ് പുഴയിൽ കുറച്ച് ഒഴുക്ക് കൂടി, കുറച്ച് പേർ, അതായത് കുറച്ച് അധികം ആളുകൾ ഈ തുരുത്തിന്റെ മേഖലയിലേക്ക് നീങ്ങി. രണ്ടുപേർ പക്ഷേ ആ തുരുത്തിൽ പൂർണ്ണമായി തന്നെ കുടുങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഈ വിദ്യാർത്ഥികൾ കരഞ്ഞ ബഹളം വെക്കുന്നത് നാട്ടുകാർ കണ്ടത്. അങ്ങനെയാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂർ നേരം ഈ തുരുത്തിൽ കല്ലിൽ പിടിച്ച് അവർ അവിടെ നിൽക്കുകയായിരുന്നു. അവർക്ക് വലിയ തോതിൽ ഭയപ്പെട്ടു എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സ് ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം ഫയർഫോഴ്സ് ആ പ്രദേശത്ത് സ്ഥലത്തെത്തി. തുടർന്ന് വടം കെട്ടി ശ്രമകരമായി അരമണിക്കൂർ നേരം കഴിഞ്ഞതിന് ശേഷമാണ് വിദ്യാർത്ഥികളെ രക്ഷിക്കാനായത്. പുഴയിൽ ഇറങ്ങരുത്, മഴക്കാലം പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല, ഇപ്പോഴും വെള്ളമുണ്ടെന്ന നിർദ്ദേശമൊക്കെ പാലക്കാട് ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾ ഇതെല്ലാം ലംഘിച്ചിറങ്ങുകയായിരുന്നു. എന്നാലും രണ്ടുപേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഇനി ഇത് കണ്ട് ആരും ആവർത്തിക്കരുത് എന്ന് മാത്രമാണ് ഇത് കാണുന്ന പ്രേക്ഷകരോട് നമുക്ക് കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ, അവരെ രക്ഷപ്പെടുത്തി തുരുത്തിൽ കുടുങ്ങി. പക്ഷേ ഫയർഫോഴ്സ് എത്തി അവരെ രക്ഷപ്പെടുത്തി എന്നതാണ് ശ്രീജിത്ത് നൽകിയ വിവരം.